സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഓണം രുചികൾ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സാമ്പാറാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ നാട്ടിലേക്കും ഓരോ രീതിയിലാണല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും അവസാനം വരെ എല്ലാവരും വീഡിയോ കാണുക. എന്നാൽ നമുക്ക് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വെണ്ടയ്ക്ക വേണം, അതുപോലെ തന്നെ പച്ചക്കായ, വെള്ളരി, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ചേന. ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്, അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് പച്ചക്കറിയുടെ അളവ് കൂട്ടാവുന്നതാണേ. മുരിങ്ങാക്കായ, 3 പച്ചമുളക്, 2 ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ സവാള, കയ്പ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ. ഒരു കുമ്പിള് സാമ്പാർ പരിപ്പെടുക്കാം. ഇനി അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചേന കൂടെ ചേർത്ത് കൊടുക്കാം. ചേനയും പരിപ്പ് ഒരുമിച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു നെല്ലിക്ക പരുവത്തിൽ ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇനി സാമ്പാറിലേക്ക് അരയ്ക്കാൻ ഒരു തേങ്ങ വേണം, അതുപോലെ തന്നെ 4 കുഞ്ഞുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂണോളം പെരുംജീരകം, ഒരു ചെറിയ കായം, ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കായം ഇട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും ഉള്ളിയും ഉലുവയും ജീരകവും ഒക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രത്തോളം മതി കേട്ടോ തേങ്ങയുടെ പാകം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിയില്ലേ, ആ പുളി വെള്ളം കൂടി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വറുത്ത് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 2 തക്കാളി ഈ സമയത്ത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചോട്ടെ. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് വെണ്ടയ്ക്കയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. വെണ്ടയ്ക്ക ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ. വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെണ്ടയ്ക്ക വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാർ തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക വല്ലാതെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ഇട്ട ശേഷം 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ മാത്രം വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ ആ വെളിച്ചെണ്ണയിൽ വറവിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് വറുത്തിടലും ആ ഒരു സമയത്ത് കഴിഞ്ഞു. ഒരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് തരിക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.